ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വെജിറ്റബിൾ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും കഴിക്കാനൊക്കെ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് താഴെ അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾ കേക്കൊക്കെയുള്ള ക്രീം ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 200 ml പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 200 ml വിപ്പിംഗ് ക്രീം നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് 200 ml വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാൻ ബീറ്ററും കൊണ്ടാണ് ഇപ്പോൾ വിപ്പിംഗ് ക്രീം പതിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്കോ ഫോർക്കൊക്കെ കൊണ്ടുവന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഒരു പകുതി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു പകുതി ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റിലിട്ടിട്ടാണ് കേട്ടോ അതൊന്ന് ഇതാക്കണം. അതിന് മുമ്പായിട്ട് ആദ്യം എന്തോന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അകത്തൊരിക്കും. ഇനി ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയൊന്ന് പരിചയപ്പെടാം. അപ്പോൾ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ചേന, 2 കഷ്ണം മത്തന്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ രീതിയിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതില്ലാത്തവരാണെങ്കിൽ കത്തിയും കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് നമുക്ക് മത്തനാണ് തിളപ്പിച്ചെടുക്കാൻ. 5 മിനിറ്റ് മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇട്ടെടുത്ത് അതിലേക്ക് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് കാണ്ടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിപ്പിലോട്ട് മാറ്റി. നമുക്കിതുപോലെ ചേനയും വേവിച്ചെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. വേവായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഇതല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കണം. അപ്പോൾ നല്ലോണം തിക്കായി കയറും. അപ്പോൾ ഒരു കൊഴുപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബീട്രൂട്ട് വേവിക്കാൻ വെക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളം ഉപ്പിട്ടിട്ട് വേവിച്ചു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടും വെള്ളത്തിൽ നിന്ന്
മാറ്റിയെടുക്കാം. വെള്ളമൊക്കെ നല്ലോണം വാർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി പരത്തി വെക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇതേപോലത്തെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. ഇത് ഓയിലിൻ്റെ ഒരു കവറാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈപ്പിംഗ് ബാഗൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൻ്റെ മുകളിൽ അല്പം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ എടുത്ത് ചോപ്പ് ചെയ്ത് തണുത്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കിതിന് മുകളിൽ നിന്ന് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നേരത്തെ ചെയ്തതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രീം ആക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്നും മതിട്ടോ, നേരത്തെ അത്രയും വേണ്ട. ഇനി നമുക്ക് ചേന ഇതേപോലെ ഇതിൻ്റെ അടിയിലായിട്ട് പകുതി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് അല്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. അല്പം മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ.
ടേൺ ടേബിൾ ഇല്ലോലൊക്കെ ചെയ്യാൻ നമ്മുടെ സുഖം എടുത്തപ്പോൾ അതില്ല. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കാം. അല്പം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കട്ടോ. അല്പം മിൽക്ക് മേഡൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടുവന്ന് ആകെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടോ. കുറച്ച് കുറവാണ്. ടേൺ ടേബിളോ മറ്റേ വിപ്പിംഗ് ക്രീം ഇതാക്കണ നോസിലൊന്നും ശരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വെച്ചുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുപോലെ നല്ല വൃത്തിയിലൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇനി ഒരു 5 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഡിഷുമായിട്ട് വരാം.